ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1929. ഇന്ന് ഏപ്രിൽ മാസം 12-ാം തീയതി 102-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് ലാസറിന്റെ ശനിയാണ്. ലാസറിനെ നമ്മുടെ കർത്താവ് ഉയർപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്നു. ലാസർ നമ്മുടെ കർത്താവിന്റെ സ്നേഹിതനായിരുന്നു. ആ ഭവനം കർത്താവിന്റെ മിക്കപ്പോഴുമുള്ളൊരു സന്ദർശന ഇടമായിരുന്നു. വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും സ്നേഹം പങ്കിടാനുമൊക്കെ. ലാസറിനെ കൂടാതെ അവിടെ സഹോദരിമാരായ മാർത്തയും മറിയുമൊക്കെ ഉണ്ട്. അത്രത്തോളം കർത്താവ് സ്നേഹിച്ച വീടായിരുന്നു, കർത്താവിനെ കരുതിയ വീടായിരുന്നു. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ ലാസറിനെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ സ്നേഹിതനാണ്. ഭൂമിയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്, ആദരവാണ്. യേശുവിന്റെ കൂട്ടുകാരനായ ലാസർ. എന്നിട്ടും ലാസറിന്റെ ജീവിതത്തിലേക്ക് രോഗം കടന്നു വന്നു. രോഗം വന്ന വഴിയെ തന്നെ പിന്നീട് പതിയെ മരണവും കടന്നു വന്നു. അടക്കം കഴിഞ്ഞു. ഭൂമിയിലെ ഏറ്റവും വലിയൊരു നഷ്ടം ഒരു പരിധിവരെ മരണമാണെന്ന് പറയേണ്ടി വരും, അല്ലേ? ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് മാനസികമായി അടുപ്പമുള്ളവരുടെ വിയോഗം തരുന്ന ഒരു വലിയ വിടവുണ്ട്, ശൂന്യതയുണ്ട്. അതിനെ മറികടക്കാനായിട്ട് നമുക്ക് എവിടെ, എങ്ങനെ ഒരാശ്വാസം കണ്ടെത്തണം? എവിടെയാണ് നമ്മൾ അഭയപ്പെടുക? ക്രിസ്തുവിൽ തന്നെയാണ്. ലാസറിനെ വിളിച്ച് ജീവിതത്തിലേക്ക് മടക്കി വരുത്തിയ, ഉറങ്ങുവാണ് എന്ന് പറഞ്ഞു ആ മരണത്തെ നിദ്രയെന്ന് തിരുത്തി എഴുതിയ ക്രിസ്തു യേശു അവനെ വിളിച്ചുണർത്തി. അതൊരു സൂചനയായിരുന്നു, തന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു മുന്നൊരുക്കമായിരുന്നു. കർത്താവിൽ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഒരു പ്രത്യാശയിലേക്ക് ഈ ദിനം നമ്മളെയും കുറെ കൂടി അടുപ്പിച്ചു നിർത്തട്ടെ. അങ്ങനെ മൃതരുടെ ജീവിതത്തെ ഓർത്ത് നമ്മൾ ഇനിയും വ്യാകുലപ്പെടാതെ, നമ്മളുടെ ജീവിതത്തെ ഓർത്ത് കുറെ കൂടി ഏകാഗ്രമാകാനായിട്ട് ഈ ദിനം പ്രയോജനപ്പെടട്ടെ. കുറെ കൂടി നന്മ ചെയ്ത് ഫലസമൃദ്ധിയുള്ള വഴികളിലൂടെ ദൈവം നിശ്ചയിച്ച ജീവിതത്തെ പൂർത്തീകരിക്കുക. എന്നിട്ട് കടന്നുപോവുക ദൈവസന്നിധിയിലേക്ക്. കടന്നുപോയവരെ ഓർത്ത് ഇനിയും ഒരുപാട് വ്യാകുലപ്പെടാതിരിക്കുക. ദൈവസന്നിധിയിലേക്ക് സന്തോഷത്തോടെ അവരെ നമ്മൾ യാത്രയച്ചതാണ്. അവരുടെ ഭൂമിയിലെ ജീവിത നിയോഗം പൂർത്തിയായതാണ്. അത് നമ്മൾ തിരിച്ചറിയുക. ലാസർ തരുന്ന ഏറ്റവും വലിയ ഒരു ആശ്വാസം അത് തന്നെയാണ്. കർത്താവിന്റെ സ്നേഹിതനായിട്ട്, കർത്താവിനെ ഏറെ സ്നേഹിച്ചിട്ട്, കർത്താവ് ഏറെ കരുതിയിട്ടു അവന്റെ ജീവിതത്തിലേക്ക് രോഗവും പിന്നീട് മരണവുമാണ്. രോഗവും വാർദ്ധക്യവും മരണവുമൊക്കെ നമ്മളെ കാത്തിരിപ്പുണ്ട്. നമുക്കും പ്രാർത്ഥനയോടെ, ശാന്തതയോടെ, സമാധാനത്തോടെ ആ വഴിയൊക്കെ കടന്നുപോകാം. അതൊരു അവസാനയിടമല്ല, അവസാനയിടം മരണവുമല്ല. അതിനപ്പുറത്തുള്ള ക്രിസ്തുയേശുവിലുള്ള ഒരു ഉയർപ്പിന്റെ അനുഭവമാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.